ഷാഫിയുടെ ബാംഗ്ലൂർ ട്രിപ്പടിയെ സംബന്ധിച്ച് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി ഉള്ളത് പറഞ്ഞപ്പോ കോൺഗ്രസുകാരെല്ലാം ഒരുമിച്ച് തുള്ളിപ്പോയി എന്ന് പറയേണ്ടി വരികയാണ്. നേരത്തെ തന്നെ മാങ്ങാണ്ടിയുടെ ഹെഡ് മാസ്റ്ററുകളെയും അതിനെ തുടർന്ന് നടത്തുന്ന നാടകങ്ങളെല്ലാം വിലയിരുത്തിയതിനു ശേഷമാണ് ഷാഫിയുടെ ചെയ്തികളെ കുറിച്ച് ഇന്നിപ്പോ മാധ്യമങ്ങൾക്ക് മുന്നിൽ EN സുരേഷ് ബാബു ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. കൃത്യമാണ്, കൊള്ളേണ്ടടുത്ത് കൊണ്ടു എന്നത് അത് തെളിയിച്ചിട്ടുണ്ട്. നേതാക്കൾ പേടിക്കുന്നത് വേറെ കൊണ്ടല്ല. ഇയാളുടെ ഒരു നേതാവ് ഹെഡ്മാഷായിട്ടുള്ള ആളാരാ? ഇയാളുടെ MLA ആക്കാൻ പത്തനംതിട്ടയിൽ നിന്ന് ക്ഷണിച്ചുകൊണ്ട് വന്ന ഷാഫി പറമ്പിലാണ് അല്ലേ? ഷാഫി പറമ്പിലെ ഞാൻ വെല്ലുവിളിക്കുന്നു. ഈ രാഹുൽ മാങ്കൂട്ടം ചെയ്തത് ഒരു തരത്തിലും ഞാൻ അംഗീകരിക്കില്ല. അയാളെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയത് ശക്തമായ നടപടി ഇനിയും വേണം. അവൻ രാജിവെക്കണമെന്ന് പറയാൻ ഏതെങ്കിലും തരത്തിൽ ഷാഫി പറമ്പിൽ തയ്യാറാവുമോ? തയ്യാറാവില്ല. കാരണം എന്താ? കൂട്ടുകച്ചവടമാണ് ഈ കാര്യത്തിൽ കൂട്ടുകച്ചവടമാണ്. പരസ്യമായി ഇവരെക്കാളും കൂടുതൽ നേരിട്ട് ചോദിക്കണമെന്നാ പറയുന്നത് ചില ആളുകളെ കാണുമ്പോൾ. ഞാനതൊന്നും ഇപ്പൊ ഇവിടെ പറയുന്നില്ല. എങ്ങനെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം പ്രത്യേകിച്ച് കേരളീയ സമൂഹത്തിൽ നടത്തുന്ന പൊതുപ്രവർത്തകരായ ഞങ്ങളെപ്പോലുള്ളവർക്ക്, ഞങ്ങളൊക്കെ ഇങ്ങനെ പൊതുപ്രവർത്തനം നടത്തുമ്പോൾ എങ്ങനെ ഇത് ഞങ്ങൾക്ക് സത്യം പറഞ്ഞ അതിശയം തോന്നുകയാണ്. ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. നേരിട്ടൊരു നല്ല ആരെങ്കിലും ഒന്ന് നന്നായി കണ്ടായി എന്നാ പിന്നെ ബാംഗ്ലൂർ ട്രിപ്പ് അടിക്കുക എന്നാണ് ചോദിക്കുന്നത്. ആര്? ഹെഡ്മാസ്റ്റർ തന്നെ. ഹെഡ്മാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞോ, ഹെഡ്മാസ്റ്റർ തന്നെ അത് തന്നെ ചെയ്യാണ്. അപ്പൊ പിന്നെ രാഹുലിനെതിരെ എന്തെങ്കിലും ഉണ്ടോ? ഹെഡ്മാസ്റ്ററിന്റെയും മുകളിലുള്ള അധ്യാപകരാണ് ബാക്കിയുള്ളവര്. അതുകൊണ്ടാണ് ഇയാൾക്കെതിരെ അക്ഷരം മിണ്ടാത്തത്. എനിക്ക് തോന്നുന്നത് സതീശൻ പുറത്താക്കി എന്ന് പറയുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. അതൊക്കെ പിന്നീട് നമ്മൾ വെളിപ്പെടുത്താം. മനസ്സിലായില്ലേ? കേറി മുറക്കി കേറി കൊത്തിനാണ് കേൾക്കുന്നത്. മനസ്സിലായോ? അല്ല, അതായത് നമുക്ക് നമ്മുടെ തടിയിൽ തന്നെ തട്ടും തോന്നി എന്ത് ചെയ്യും എന്നാ പിന്നെ. കാരണം ഈ രൂപത്തിലുള്ള ഇടപെടലാണ് പൊതുവെ കോൺഗ്രസിന്റെ നേതൃത്വം. അവരിങ്ങനെയെല്ലാം ലൈംഗിക അതിക്രമം ചെയ്യുന്നവർക്കെതിരെ വാക്കനക്കാൻ ഒരു ഘട്ടത്തിലും തയ്യാറായി. ആ സ്റ്റേറ്റ്മെന്റ് പുറത്തേക്ക് വന്നതേ ഉള്ളൂ. കൊണ്ടത് എവിടെയാണെന്നും ആ ശബ്ദമൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇടറിയ ശബ്ദത്തിലൊക്കെ ഷോഫി ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് അഭിനയിച്ച് തകർത്തുകൊണ്ട് CPMന്റെ ഇലക്ഷൻ മാനിഫെസ്റ്റോ ആണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അതായത് ചെയ്ത കാര്യങ്ങൾ പറഞ്ഞാൽ അത് മഹാ അപരാധം എന്നുള്ള നിലയ്ക്കാണ് EN സുരേഷ് ബാബുവിന് ആ സ്റ്റേറ്റ്മെന്റിനെതിരെ MA ബേബിയും CPM നേതൃത്വം വരെ പ്രതികരിക്കണം. അത്രേ. ഒരു ജില്ലാ സെക്രട്ടറിയെ കൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിപ്പിക്കുക എന്നുള്ളതാണോ തെരഞ്ഞെടുപ്പിലേക്ക് CPM ഒരുക്കി വെക്കുന്ന മാനിഫെസ്റ്റോ? ഇതാണോ CPMന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക? നമ്മൾ ആലോചിച്ച് നോക്കണം. അതിന് CPM നേതൃത്വം മറുപടി പറയണം. അവരുടെ സംസ്ഥാന സെക്രട്ടറിയും പാർട്ടി സെക്രട്ടറി MA ബേബി ഉൾപ്പെടെയുള്ള ആളുകൾ പറയണം, ഇങ്ങനെയാണോ തെരഞ്ഞെടുപ്പിലേക്ക് CPM പോകാൻ ആഗ്രഹിക്കുന്നത്? വേറൊന്നും പറയാനില്ലാഞ്ഞിട്ടാണോ? ജനങ്ങളുടെ മുമ്പിൽ വേറൊന്നും പറഞ്ഞു പിടിച്ചേക്കാൻ പറ്റാഞ്ഞിട്ടാണോ? ഈ വ്യക്തിഹത്യയിലും അധിക്ഷേപത്തിലും ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇനിയുള്ള ദിവസങ്ങൾ, തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴത്തേക്കും ഇനിയുള്ള ദിവസങ്ങൾ ഇത്തരം ചർച്ചകളിലേക്ക് മാറ്റണമെന്നായിരിക്കും അവർ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിന് അവര് വിലയിരുത്തിയിട്ട് ജനങ്ങളും വിലയിരുത്തിട്ട് അവരും വിലയിരുത്തട്ടെ. ഇതാണോ അവരുടെ പൊളിറ്റിക്സ്? ഇതാണോ അവരുടെ രാഷ്ട്രീയം? ഇതാണോ CPM 2026 കരുതി വെച്ചിരിക്കുന്ന തെരഞ്ഞെടുപ്പ് തന്ത്രം? ഇതാണോ എന്നുള്ളത് അവർ വ്യക്തമാക്കട്ടെ. ഇങ്ങനെ എന്തെങ്കിലും വിളിച്ചു പറയാം. അപ്പൊ ഞാൻ അതിന് പറഞ്ഞ വാചകങ്ങൾക്ക് അതേ അർത്ഥത്തിൽ മറുപടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഈ ചോദ്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. കൃത്യമായ പൊളിറ്റിക്സ് പറഞ്ഞിട്ടും കൃത്യമായ ഗവൺമെന്റിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചിട്ടും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ആർജവും കെൽപ്പും ഞങ്ങൾക്കുണ്ട്. അതിൽ വ്യക്തിപരമായി തകർക്കാൻ ശ്രമിച്ചാലും രാഷ്ട്രീയമായി തകർക്കാൻ ശ്രമിച്ചാലും ഒക്കെ അവർക്ക് അവരുടെ ഒരു മെച്ചവും പറയാനില്ലാത്തതിന്റെ പ്രയാസങ്ങളിൽ നിന്നാണ് ഇതിനെ ഇങ്ങനെ ഈ പറയുന്ന അധിക്ഷേപങ്ങളുടെ രാഷ്ട്രീയം അതിങ്ങനെ മുറുകെ പിടിച്ചിട്ട് CPM മുന്നോട്ട് പോകുന്നത്. ഞാനിത് ഇപ്പൊ കുറച്ചായിട്ട് നിരന്തരം പലതരത്തിലുള്ള കാര്യങ്ങൾ നേരിടുക. കേട്ടല്ലോ, ചെയ്ത പ്രവർത്തികളെ കുറിച്ച് നാട്ടുകാർക്കെല്ലാം നല്ല ബോധ്യമുണ്ട്. അതൊന്നും പറയാൻ പാടില്ല. അതൊക്കെ വ്യക്തി അധിക്ഷേപമാണത്രേ. ഇതൊന്നും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയോ അല്ലെങ്കിൽ
KT ജലീലിനെയോ ഇടതുപക്ഷത്തിന്റെ വനിതാ നേതാക്കന്മാർക്കൊന്നും കിട്ടാത്ത ആനുകൂല്യമാണ്. അത് ചില മാധ്യമങ്ങളെ കൂടി കൂട്ടുപിടിച്ച് എനിക്ക് നിങ്ങൾ തരണം. ഈ ഒരു ആരോപണത്തിന്റെ പ്രതികരണം അവിടെ നിന്നില്ല. ദേ ചാടി വീണിരിക്കുന്നു. ആര്? ഇവരുടെ മുൻകാല ബോസ് ഇപ്പോ ഡോഗ് വിലയാണ്. സ്വാഭാവികമായിട്ടും കിട്ടിയ രാഷ്ട്രീയ അവസരം എന്നുള്ള നിലയ്ക്ക് EN സുരേഷ് ബാബുവിനെതിരെ ആഞ്ഞടിക്കാൻ വേണ്ടിയാണ് സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇന്നത്തെ ദിവസം രണ്ടാമത്തെ ടൈം എത്തിയത്. ഇത് പരസ്യമായിട്ടൊരു ജില്ലാ സെക്രട്ടറി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിക്കെതിരായിട്ട് അസംബന്ധമാണ് പറഞ്ഞിരിക്കുന്നത്. അസംബന്ധവും അസഭ്യമാണ് പറഞ്ഞിരിക്കുന്നത്. അയാളെ ആദ്യ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം. എന്നിട്ട് അയാൾക്കെതിരായിട്ട് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ അയാൾക്കെതിരായി നടപടിയെടുത്ത് അയാളെ അറസ്റ്റ് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ഡിമാൻഡ്. കാരണം CPMന്റെ ഒരു രീതിയാണ്. പക്ഷേ പഴയ പോലെ മഷി അങ്ങോട്ട് പിടിക്കണല്ലോ സതീശ. എന്തേ കമ്മട്ടം കളവ് പോയ എന്ന സിനിമാ ഡയലോഗാണ് അതിന് മറുപടിയായി ചോദിക്കാനുള്ളത്. എന്തായാലും ഇതിനെല്ലാത്തിനും കൂടി ചേർത്ത് രണ്ടാമതും EN സുരേഷ് ബാബു കൃത്യമായിട്ടൊരു മറുപടി പറഞ്ഞു. ആ മറുപടി വീണ്ടും കൊള്ളേണ്ടടുത്ത് കൊണ്ടിട്ടുണ്ട്. ഈ പേര് പറയാതിരിക്കൽ ഒരു തന്ത്രം ഈ അടുത്ത ദിവസം ഷൈൻ ടീച്ചറുമായി ബന്ധപ്പെട്ട് ഇറക്കിയല്ലോ. ഇത് എന്നെ തന്നെയാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വച്ചനത്തുക എന്ന ആ ജിൻഡോ ജോണിന്റെ പരാമർശമുണ്ടല്ലോ, അതുപോലെ ഷാഫി ഇനി പാലക്കാട് കൂടുതൽ ഷൈൻ ചെയ്യാതിരിക്കാൻ വേണ്ടി പറഞ്ഞ വാചകം തന്നെയാണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ നിർവാഹമില്ല എന്നുള്ള ആ ക്ലാസ് മറുപടി. ഞാൻ അതിന്റെ ഭാഗമായി ചോദിച്ചത്, ഇങ്ങനെ ലൈംഗിക അതിക്രമം നടത്തിയ ഒരു ജനപ്രതിനിധി രാജിവെക്കണമെന്ന് ഷാഫി പറമ്പിൽ പറയാൻ ധൈര്യമുണ്ടോ എന്നാണ് എന്റെ ആദ്യത്തെ ചോദ്യം. ഷാഫി പറമ്പിൽ പറയില്ല. ഷാഫി പറമ്പിൽ മാത്രമല്ല, കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം, KPCCയുടെ നേതൃത്വം രാഹുൽ മാങ്കുട്ടത്തെ സംരക്ഷിക്കുന്ന നിലപാടാണ്. VD സതീശന്റെ വാക്കുകൾക്ക് പഴയ ചാക്കിന്റെ വില പോലുമില്ല. കാരണം VD സതീശൻ മാത്രമാണ് ഇദ്ദേഹത്തെ പുറത്താക്കി എന്ന് പറയുന്നത്. എന്നാൽ കോൺഗ്രസിന്റെ നേതൃത്വമാണ് അദ്ദേഹത്തെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നീട് ഞാൻ പറഞ്ഞത്, ഇയാളെ പത്തനംതിട്ടയിൽ നിന്ന് ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തി MLA ആക്കിയ ഹെഡ്മാഷ് ഉണ്ട്. അത് പ്രത്യേകം നോട്ട് ചെയ്യണം. ഹെഡ്മാഷ് ഇയാളെയും വെല്ലുന്ന തരത്തിലാണ് അയാളുടെ പ്രവൃത്തി. കണ്ട ആളെ ചില നല്ലത് തോന്നിയാൽ ട്രിപ്പിന് വിളിക്കും എന്നത് പറഞ്ഞു. അതിന് അദ്ദേഹം നിഷേധിച്ചോ? നിഷേധിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പത്രമാധ്യമങ്ങളോട് അദ്ദേഹം നിഷേധിച്ചിട്ടില്ല. ഷാഫി പറമ്പിൽ പറഞ്ഞത് അധിക്ഷേപം നടത്തുന്നു. ഈ 2024 ഞാന് അജണ്ട ഇതാണോ ഈ വാക്ക് പറയുമ്പോ ഷാഫി പറമ്പിൽ എന്ന പേര് ഞാൻ പരാമർശിച്ചില്ല. ഹെഡ്മാഷ് കുമ്പളങ്ങ കട്ടത് ആര് എന്ന് ചോദിക്കുമ്പോ ഷാഫി പറമ്പിൽ എന്തിനാ തോളത്ത് തപ്പുന്നത്? എന്റെ തോളത്ത് ചളിയുണ്ടോ എന്ന് നോക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ഷാഫി പറമ്പിന്റെ പേരേ പരാമർശിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് ഈ കാര്യത്തിൽ ഹെഡ്മാഷ് ഇതിന്റെ അപ്പുറമാണ്. ഹെഡ്മാഷ് എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങളുടെ വ്യാഖ്യാനമാണ് ഓരോ പേരുകൾ. പിന്നെ ഇത്തരം ആക്ഷേപങ്ങളും ഇത്തരം അളിഞ്ഞ സാധനങ്ങളുമല്ല കേരളത്തിലെ രാഷ്ട്രീയ ഇഷ്യൂ. കേരളത്തിലെ ഇന്നത്തെ ജനജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള വികസന മാതൃക, വികസനങ്ങളുടെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ജീവിതത്തിലെ മാറ്റം, അതുപോലെ തന്നെ ക്ഷേമ പ്രവർത്തനങ്ങൾ, ഇതാണ് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അല്ലാതെ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ. നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ആരോപിച്ചോ. ഹെഡ്മാഷ് എന്ന് പറയുന്നത് നിങ്ങളാണ്. ഷാഫി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞോട്ടെ. നിങ്ങളാണ് ഷാഫി എന്ന് പറഞ്ഞത്. നിങ്ങൾ ഷാഫിയുടെ പോയി മാധ്യമങ്ങൾ ചോദിക്കുകയും ചെയ്തു. അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത് വ്യക്തിപരമായ അധിക്ഷേപമെന്നാണ്. അപ്പോ രണ്ട് കാര്യം ഇതിൽ വ്യക്തമായി. മാധ്യമങ്ങൾക്ക് ഹെഡ്മാഷ് എന്ന് പറയുന്നത് ഷാഫിയാണ് എന്ന് നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാൻ സാധിച്ചു. ഷാഫിയാണെങ്കിൽ അതിന് ശരിവെക്കും വിധം ഇത് വ്യക്തിപരമായ ആക്ഷേപമാണെന്നും പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ ഇനി പേര് പറയേണ്ട കാര്യമുണ്ടോ? ഞാനിനി പേര് പറയേണ്ട കാര്യമില്ല. ഞാൻ പറയട്ടെ, ഇത്തരം വ്യക്തി ആക്ഷേപങ്ങൾ ശരിയല്ല CPMന്റെ നേതൃത്വത്തിന്റെ പണി. ഇതൊന്നും ഞങ്ങളുടെ രാഷ്ട്രീയ ഇഷ്യൂ അല്ല.
ഞാൻ ഈ നിങ്ങള് രാഹുലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചോദിച്ചപ്പോ അത് കൃത്യമായി പറഞ്ഞു. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളുടെ ആശങ്കയും ഈ പറയുന്ന ഷാഫിയുടെ മറുപടിയും അതിൽ ഷാഫി തന്നെ സമ്മതിക്കുന്നു ഇതൊക്കെ എന്നെയാണ് പറഞ്ഞത് എന്ന്. അത് എന്റെ കുറ്റമല്ല, മാത്രമല്ല അയാൾ നിഷേധിച്ചിട്ടുമില്ല. ഇപ്പൊ ഈ ബാംഗ്ലൂരിലേക്ക് നിഷേധിച്ചിട്ടുമില്ല. മനസ്സിലായില്ലേ? ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ നോക്കാം. അതാണ് ഇപ്പൊ എനിക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാൻ. ഇതൊക്കെയാണ് പറയുന്നത്. കോൺഗ്രസുകാർക്ക്, സംഘപരിവാറുകാർക്ക്, ലീഗ് നേതാക്കന്മാർക്ക്, അതിപ്പോ റിയാസ് വിവാഹം കഴിച്ചതിനെ കുറിച്ച് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ കുടുംബത്തെക്കുറിച്ച് ആയിക്കോട്ടെ, അവരുടെ ജീവിതത്തെക്കുറിച്ച് ആയിക്കോട്ടെ, എന്ത് അപവാദവും എന്ത് അപഹാസ്യവും പറയാം. പോരാത്തതിന് CPM-മായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ ഷൈൻ ടീച്ചറുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത വ്യാജ ആരോപണം, ഇതൊന്നും കോൺഗ്രസിന്റെ ഇലക്ഷൻ മാനിഫെസ്റ്റോ ആണോ എന്ന് ആരും ചോദിച്ചില്ല. പക്ഷേ ഈ നിലവിളി ഉയരുമെന്ന്. ആ നിലവിളി ഉയരുമ്പോൾ മുകളിലെ ആ നിലവിളി ശബ്ദമിട്ടുകൊണ്ട് നേരെ അടുത്ത ബാംഗ്ലൂർ ട്രിപ്പ് പോകാൻ പറ്റുമോ എന്ന് ചിന്തിച്ചാൽ മതി. അതിനപ്പുറത്തേക്ക് പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകൾക്കൊന്നും ഒരു തരത്തിലും വിട്ടുവീഴ്ച ചെയ്യേണ്ട കാര്യമില്ല. കാര്യം അത്രമാത്രം അന്തസ്സില്ലാത്ത നെറികെട്ട പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ രാഷ്ട്രീയത്തിന്റെ മറവിൽ നിന്ന് ചെയ്താൽ അത് പറയൂന്നേ. പറഞ്ഞാ പൊള്ളുമെങ്കിൽ ആ പൊള്ളൽ തൽക്കാലം വെച്ച് അനത്താനേ നിർവാഹമുള്ളൂ എന്ന് ഷോഫി ഖാനെ വിനയപുരസരം അറിയിക്കുകയാണ്.